ദൈവനാമം മഹത്വമുണ്ടായിരിക്കട്ടെ. നമുക്ക് വചനചിന്തയ്ക്കായി ചെവിയോർക്കാം. എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും തമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. റോമർ അധ്യായം 15 വാക്യം 1. നാം വിശ്വാസത്തിൽ ശക്തരായ വ്യക്തികളാണെങ്കിൽ നാം അശക്തരുടെ, വിശ്വാസത്തിൽ ബലഹീനമായിരിക്കുന്ന വ്യക്തികളിലും അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവാസികൾ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉള്ള വ്യക്തികളെയോ അവരുടെ ബലഹീനതമായ അവസ്ഥകളെയും, ചിലപ്പോൾ അവർ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലൂടെ പോകുന്ന വ്യക്തികളായിരിക്കാം, ചിലപ്പോൾ സങ്കടങ്ങളിലൂടെ പോകുന്ന വ്യക്തിയായിരിക്കാം. അവരുടെ വിഷമതകൾ ചുമക്കുവാൻ നമുക്കൊരു ബാധ്യതയുണ്ട് എന്ന് ഈ വചനം പറയുന്നുണ്ട്. ചുമക്കുകയും തമ്മിൽ തന്നെ, അത് പരസ്പരം ചുമക്കണം എന്ന് പറയുന്നുണ്ട്. നിന്റെ സഹവിശ്വാസിയുടെ ബലഹീനാവസ്ഥയിൽ അല്ലെങ്കിൽ അവരുടെ പല വിഷമതകളും തമ്മിൽ ചുമക്കുവാൻ ഇവിടെ പറയുന്നുണ്ട്. സ്വയം സുഖത്തിന് ആയി നിൽക്കരുത് എന്ന് പറയുന്നുണ്ട്. ഒരു വചനം കൂടെ നമുക്ക് നോക്കാം. സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനമായവനെ ചേർത്തുകൊള്ളുവിൻ. റോമർ അധ്യായം 14 വാക്യം 1. വിശ്വാസത്തിൽ കുറഞ്ഞ വ്യക്തികളെ നാം അവരുടെ വിചാരങ്ങളെ നാം വിധിക്കരുത്. അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ ശക്തരാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിൽ അവരെ ചേർത്ത് കൊള്ളുവാൻ ഈ വചനം നമ്മളോട് പറയുന്നുണ്ട്. വേറെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്: സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയോ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഗലാത്യർ അധ്യായം 6 വാക്യം 1-2. നമ്മൾ ആത്മീയമായ ഒരു മനുഷ്യനാണെങ്കിൽ, നിന്റെ സഹവിശ്വാസിയായിരിക്കാം, ഒരുപക്ഷെ നിന്റെ അയൽവാസിയായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിൽ നീ അറിയുന്ന വ്യക്തിയായിരിക്കാം. ഏതെങ്കിലും തെറ്റിൽ അകപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വ്യക്തികളെ ആത്മീയരായ നിങ്ങൾ അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ നിങ്ങൾക്ക് ഒരു ചുമതലയുണ്ട്. അതാണ് ഈ വചനം പറയുന്നത്. യഥാസ്ഥാനപ്പെടുത്തുവിൻ. യഥാസ്ഥാനപ്പെടുത്തിയില്ലെങ്കിൽ ദൈവത്തിൻ്റെ പരീക്ഷയിൽ നാം അകപ്പെടാതിരിക്കാൻ ആണെങ്കിൽ നമ്മൾ അവരെ തെറ്റിൽ നിന്ന് പറഞ്ഞു മനസ്സിലാക്കി നേരായ വഴിയിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ആമേൻ. നമ്മുടെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അശക്തരായ ആളുകളുടെ വിഷമതകൾ എല്ലാം നാം ചുമക്കണം. നാം സംശയ വിചാരങ്ങളെ വിധിക്കാതെ, ചിലപ്പോൾ വിശ്വാസത്തിൽ കുറഞ്ഞ വ്യക്തികളുടെ എല്ലാം അങ്ങനെയുള്ളവരെ നാം ചേർത്ത് കൊള്ളണം. ഒരു മനുഷ്യൻ, നിന്റെ സഹവിശ്വാസി ആയിരിക്കട്ടെ, അവൻ തെറ്റിൽ അകപ്പെട്ടു പോയാൽ അവരെ നേർവഴി കാട്ടേണ്ട ചുമതല ഒരു ആത്മീയരായ അല്ലെങ്കിൽ ഒരു ആത്മീയ മനുഷ്യനായ നിനക്ക് അത് ഉണ്ട് എന്ന് വചനം പറയുന്നുണ്ട്. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം.